പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മെയ് മാസം 7-ാം തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇന്നേ ദിനം എല്ലാ നിലയിലും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി ലഭിച്ചിരിക്കുന്നത് മീഖ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യം. മീഖ ചാപ്റ്റർ 7 വേഴ്സ് 9 നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവ എൻ്റെ വ്യവഹാരം നടത്തി എനിക്ക് ന്യായം പാലിച്ചു തരുവോളം ഞാൻ അവൻ്റെ ക്രോധം വഹിക്കും. ഞാൻ അവനോട് പാപം ചെയ്തുവല്ലോ. അവൻ എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കുകയും ഞാൻ അവൻ്റെ നീതി കണ്ട് സന്തോഷിക്കുകയും ചെയ്യും. ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ധന്യമായ പ്രവചന ശുശ്രൂഷ നിർവഹിച്ച ഒരു പ്രവാചകനാണ് മീഖ പ്രവാചകൻ. നാം 1-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ തീയിൽ മെഴുക ഉരുകുന്നത് പോലെ ദൈവത്തിൻ്റെ കോപം യാക്കോബ് ഗൃഹത്തോട് എത്ര ഭയാനകമായി നിൽക്കുകയും അതെ, ദൈവം മുൻപാകെ അവരുടെ പാപം കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ തകർന്നു പോകും എന്നുള്ള ശക്തമായ ദൂത് മുഖം നോക്കാതെ പ്രവാചകൻ നൽകുകയാണ്. അവരുടെ ജീവിതത്തിൻ്റെ അസമാധാനങ്ങൾ, അസമത്വങ്ങൾ, അന്യ ദൈവ ആരാധനകൾ, അവരുടെ ദുഷ്ടവിചാരങ്ങൾ എന്നിങ്ങനെയുള്ള ജീവിത പ്രശ്നങ്ങൾ ദൈവത്തിൽ നിന്നും അവരെ അകറ്റുകയും ദൈവത്തിൻ്റെ കോപവും ക്രോധവും ഇസ്രായേൽ മേൽ വരുവാൻ ഇടയാകുന്നു. ഇതാണ് മീഖ പ്രവചനത്തിൻ്റെ ശരിക്കുമുള്ള പ്രമേയം. അങ്ങനെ അവർ ആകമാനം ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമായി. അതിൻ്റെ കാരണം മറ്റാരുമല്ല, ഇസ്രായേൽ ജനം തന്നെ ദൈവത്തിൽ നിന്നും അകന്ന് അന്യ ദൈവത്തെ ആരാധിച്ച് വഷളത്വം പ്രവർത്തിച്ച് ദൈവഹിതത്തിന് വിപരീതമായി ജീവിച്ചപ്പോൾ ദൈവം അവരെ വല്ലാതെ കാഠിന്യത്തിന് ഏൽപ്പിക്കും എന്നുള്ള ദൈവിക വെളിപ്പാട് മീഖ മറച്ചുവെക്കാതെ യാക്കോബ് ഗൃഹത്തിനോട് അരുളി ചെയ്യുന്നു. അങ്ങനെ അവർ ആ വചനം ഏറ്റെടുത്തുകൊണ്ട് 7-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതാണ് ഇന്ന് വാഗ്ദത്ത വചനമായി നാം വായിച്ച് കേട്ടത്. അവർ പറയുകയാണ്, ഞാൻ അഥവാ ഇസ്രായേൽ ജനം ഞങ്ങൾ ദൈവത്തോട് തെറ്റ് ചെയ്തു, അതുകൊണ്ട് ദൈവത്തിൻ്റെ ക്രോധം ശമിക്കുവോളം ഞങ്ങൾ അത് ഏൽക്കുവാൻ തയ്യാറാണ്. അത് സഹിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം ഞങ്ങളുടെ കുറവാണ് ദൈവം ഞങ്ങളുടെ മേൽ ഈ കോപവും ക്രോധവും ചൊരിയുവാൻ കാരണം. പ്രിയ ദൈവമക്കളെ, നമ്മളൊക്കെ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, അതിൻ്റെ പിന്നിലെ കാര്യകാരണങ്ങൾ നാം തിരക്കിയിട്ടുണ്ടോ? നാം ചിന്തിച്ചിട്ടുണ്ടോ? നാം ഒന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് കുറവുകളെ കണ്ടെത്തുവാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അകന്നത് ദൈവം തൻ്റെ ദാസനായ മീഖയിൽ കൂടെ അക്കമിട്ട് അവരോട് വെളിപ്പെടുത്തിയപ്പോൾ അവർ ആ കുറവ് ഉൾക്കൊള്ളുവാൻ തയ്യാറാവുകയും
ദൈവക്രോധം ശമിക്കുവോളം കാത്തിരിക്കുവാൻ ക്ഷമയോടെ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു. എന്നിട്ട് അവർ പറയുകയാണ്, അതെ, ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും. ഞങ്ങൾ ദൈവത്തിന്റെ തിരുമുഖം കാണും. ഞങ്ങൾ സന്തോഷത്തിലേക്ക് മടങ്ങി വരും. ഞങ്ങളോടുള്ള ദൈവത്തിന്റെ ക്രോധം നിശ്ചയമായും അവസാനിക്കും. ഞങ്ങളുടെ ശത്രു ഒരിക്കലും എന്നും ഞങ്ങളെ ഈ നിലയിൽ കാണുവാൻ ദൈവം അനുവദിക്കുകയില്ല. ഞങ്ങളുടെ ശത്രു ഞങ്ങൾ സന്തോഷിക്കുന്നത് കാണും. അത് ഞങ്ങളുടെ കണ്ണാൽ ഞങ്ങൾ കാണുകയും ചെയ്യും. അതെ പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നിന്റെ വേദനയും പ്രയാസവും പ്രശ്നങ്ങളും നാം അഭിമുഖീകരിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളും നിശ്ചയമായും തമ്പുരാൻ മാറ്റിത്തരും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ കുറവുകൾ പോരായ്മകൾ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായും മനഃപൂർവമായും സമ്മതിച്ച് ഏറ്റുപറയണം. അങ്ങനെയാകുമ്പോൾ നിശ്ചയമായും തമ്പുരാൻ നമ്മെ കൈക്കൊള്ളും, സ്വീകരിക്കും, നമ്മോട് ദയ തോന്നും. അതുകൊണ്ട് ഇസ്രായേൽ ജനം അവരുടെ പ്രത്യാശ, അവരുടെ ദൈവത്തിന് തങ്ങളോടുള്ള കരുണ എത്രയോ ഉന്നതമാണ് എന്ന് വ്യക്തമാക്കുന്നു. ഞങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം തരും. ഞങ്ങളോടുള്ള കോപം നിശ്ചയമായി അത് അവസാനിക്കും. ക്രോധം അവസാനിക്കും. ഞങ്ങൾ അതുവരെ ദൈവം അയക്കുന്ന സകലതും സ്വീകരിച്ച് ക്ഷമയോടെ കാത്തിരിക്കും. പക്ഷേ ഈ ക്രോധവും ഈ ദേഷ്യവും ഈ പ്രശ്നങ്ങളും നിത്യമല്ല, എന്നുമുള്ളതല്ല. ഇത് തമ്പുരാൻ അവസാനിപ്പിച്ച് ഞങ്ങൾക്ക് ഒരു നല്ല നാളെയെ നൽകും. ഇതാണ് ക്രിസ്തീയ പ്രത്യാശ. ഇന്ന് കുഞ്ഞുങ്ങളുടെ വിഷയവും കുടുംബ വിഷയവും ആരോഗ്യ വിഷയവും ജോലി വിഷയവും സാമ്പത്തിക വിഷയവും വ്യക്തിപരവും കുടുംബപരവുമായിട്ടുള്ള ആത്മീയപരവുമായിട്ടുള്ള വിവിധ വിഷയത്താൽ ഭാരപ്പെട്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലുമുണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ പ്രശ്നം മറ്റൊരാളോട് പറയാൻ പറ്റാത്തതായിരിക്കാം. പറഞ്ഞാൽ തന്നെ അവർക്കത് നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ വേണ്ടവണ്ണം മനസ്സിലാക്കാൻ പറ്റി എന്ന് വരികയില്ല. അവർക്കത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞു എന്നും വരികയില്ല. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ കടന്നു പോകുന്ന ഏതവസ്ഥയെയും അതിന്റെ പൂർണ്ണ രൂപത്തിൽ പൂർണ്ണ ആഴത്തിൽ മനസ്സിലാക്കുകയും അത് മാറ്റിത്തന്ന് നിങ്ങൾക്ക് വിടുതലും ആശ്വാസവും സമാധാനവും നൽകുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവം ഇന്ന് പകൽ ജീവജലത്തിന്റെ ശ്രോതാക്കളായ ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും ഓരോ ദേശത്തെയും ധാരാളമായി അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ നിലനിർത്തട്ടെ. ഈ ഒരു വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളിൽ വസിച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാം. നമ്മുടെ കർമ്മമണ്ഡലങ്ങൾ, നമ്മുടെ യാത്രകൾ, നമ്മുടെ നിയമ ആവശ്യങ്ങൾ, കുടുംബ ആവശ്യങ്ങൾ, അങ്ങനെയുള്ള വ്യക്തിപരവും പൊതുവായിട്ടും ആത്മീയമായും സഭയായും കുടുംബമായിട്ടുള്ള സകല വിഷയങ്ങളുടെ മേലും കർത്താവ് അനുഗ്രഹം ചൊരിയട്ടെ. സകല നന്മകളും ഉയരത്തിൽ നിന്ന് പ്രദാനം ചെയ്യട്ടെ. അതിനായി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്നവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേൽ ജനത്തിനോട് ദൈവത്തിനുള്ള കോപവും ക്രോധവും അങ്ങയുടെ ദാസനായ മീഖായിൽ കൂടെ വെളിപ്പെടുത്തിയപ്പോൾ അവർ തങ്ങളുടെ കുറവുകൾ സമ്മതിക്കുകയും ദൈവത്തിന്റെ ക്രോധം സ്വീകരിക്കുവാൻ തയ്യാറാകുകയും ചെയ്തത് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. ഞങ്ങളുടെ കുറവുകൾ പരിപൂർണമായി ഉൾക്കൊള്ളുവാൻ, ഏറ്റുപറഞ്ഞുപേക്ഷിക്കുവാൻ ഇന്നത്തെ ചിന്ത ഞങ്ങൾക്ക് ഒരു വലിയ ശക്തി പ്രചോദനമാക്കി തീർക്കണമേ. മാത്രമല്ല, ഞങ്ങളുടെ ഉള്ളിൽ വലിയ ക്രിസ്തീയ പ്രത്യാശ നൽകണമേ. ഞങ്ങളുടെ ഇന്നിന്റെ വേദനകൾ മാറും, ദൈവക്രോധം അവസാനിക്കും. നാളെ ഞങ്ങൾക്കൊരു നല്ല നാളെ ഉണ്ടാകും.
അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങൾ വരും. ഈ വേദനയും സങ്കടവും കണ്ണുനീരും ഞങ്ങളിൽ നിന്നും നീങ്ങിപ്പോകും. ആ ഒരു വലിയ പ്രത്യാശയോടെ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണം. ഇന്ന് ദൈവവചനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഈ നിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. സ്വർഗീയ കൃപകൾ കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ നമ്മുടെ കുറവുകൾ ദൈവമുമ്പാകെ തുറന്ന് സമ്മതിക്കുകയും അത് ഏറ്റുപറയുകയും നമ്മുടെ ഇന്നിന്റെ വേദനകളൊക്കെ മാറി ഒരു നല്ല നാളെ തമ്പുരാൻ തരുമെന്നുള്ള അഗാധമായ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിനവും കർത്താവ് നൽകുന്ന വരും ദിനങ്ങളും ദൈവത്താൽ അനുഗ്രഹീതമായി സന്തോഷകരമായ സൗഭാഗ്യകരമായ ഒരു ക്രിസ്തീയ കുടുംബജീവിതം നയിപ്പാൻ, വിശ്വാസ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. God bless us all.